ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. ഇന്നലെ കൊൽക്കത്ത 8 വിക്കറ്റിന് രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചിരിക്കുന്നു. അത് ക്വിൻ്റൻ ഡി കോക്കിൻ്റെ ഒറ്റയാൻ പോരാട്ടമായിരുന്നു. 97 റൺസാണ് ഒറ്റയടിക്ക് ജയിപ്പിച്ചെന്ന് തന്നെ പറയാം. രാജസ്ഥാൻ ഇന്നിങ്സിൽ കാര്യമായിട്ട് എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും നോർമൽ ആവറേജ് സ്കോറിങ് രീതിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ബോളർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. കാരണം ക്വിൻ്റൻ ഡി കോക്ക് ഒറ്റയടിക്കാണ് കളി തീർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രീം 11 നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും പെർഫോം ചെയ്തില്ല. സഞ്ജു സാംസനായിരുന്നു ക്യാപ്റ്റൻ വെച്ചത്, ജസ്വാൾ വൈസ് ക്യാപ്റ്റനായിരുന്നു. ക്വിൻ്റൻ ഡി കോക്ക് ടീമിലുണ്ടായിരുന്നു. അത് ക്യാപ്റ്റനാക്കിയിരുന്നെങ്കിൽ കളി മാറിയേനെ. ജുറലുണ്ട്, രഹാനുണ്ട്, നിതീഷ് റാനയും വരുൺ ചക്രവർത്തി ഉണ്ട്. നമുക്ക് കിട്ടിയേക്കണ പോയിൻ്റ് 634. നമുക്ക് ഡ്രീം 11 ടീം നോക്കാം. ഡ്രീം 11 ടീമിൽ ക്യാപ്റ്റൻ ഡി കോക്ക്, വൈസ് ക്യാപ്റ്റൻ നിതീഷ് റാന, പിന്നെ വരുൺ ചക്രവർത്തി ഉണ്ട്, വരുൺ അറോറ ഉണ്ട്, ജോൺസൺ ഉണ്ട്, മൊയിൻ അലി ഉണ്ട്, റിയാൻ പരാഗ്, രഹാനെ, ജസ്വാൾ, രഘുസോന്. ഇത്രയുമാണ് ഡ്രീം 11 ടീം. 1035 പോയിൻ്റാണ് അവർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വിന്നേഴ്സിനെ നോക്കാം. 3 കോടി അടിച്ചവൻ ഷാബോസസ്. ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും കറക്റ്റായിട്ട് അവനിട്ട്. ഡ്രീം 11 ടീമിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഡ്രീം 11 ടീമിലുണ്ട്. ആർച്ചർ 1026 പോയിൻ്റ് നേടിയായിരുന്നു. ഇവനൊക്കെ പെർഫെക്റ്റ് ടീമാണ് ഇട്ടിരിക്കുന്നത്. ഇതുപോലെയൊക്കെ നമുക്ക് ടീം ഇടാൻ പറ്റിയിരുന്നെങ്കിൽ 3 കോടി അടിച്ചെടുക്കുമായിരുന്നു. അടുത്ത 1.5 കോടി അടിച്ചവനും ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഒരാൾ മാത്രം ഡ്രീം 11 ഇല്ലാത്ത ഒരാൾ മാത്രം എക്സ്ട്രാ ഉണ്ട്.